അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 15-ാം അധ്യായം സൂറത്തു അൽ ഹിജ്റിലെ 1 മുതൽ 60 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസുകളിലായി നാം പഠിച്ചു മനസ്സിലാക്കിയത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അടുക്കൽ മനുഷ്യരൂപത്തിൽ വന്ന, സന്തോഷവാർത്ത അറിയിക്കുവാൻ വേണ്ടി വന്ന മലക്കുകളെ സംബന്ധിച്ചും അവർ എന്തിനാണ് നിയോഗിക്കപ്പെട്ടത് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രത്യേകം ചോദിച്ചപ്പോൾ, ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയെ നശിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അവർ പറയുകയും ചെയ്ത കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയെ നശിപ്പിക്കുമ്പോൾ അദ്ദേഹത്തെയും കുടുംബത്തെയും അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യ ഒഴികെ മറ്റുള്ളവരെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുന്നതാണ് എന്നും മലക്കുകൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് പറഞ്ഞു കൊടുത്തു. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള വചനങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما جاء آل لوط المرسلون قال إنكم قوم منكرون قالوا بل جئناك بما كانوا فيه يمترون وأتيناك بالحق وإنا لصادقون فأسر بأهلك بقطع من الليل واتبع أدبارهم ولا يلتفت منكم أحد وامضوا حيث تؤمرون وقضينا إليه ذلك الأمر أن دابر هؤلاء
أن دابر هؤلاء مقطوع مصبحين. وجاء أهل المدينة يستبشرون. قال إن هؤلاء ضيفي فلا تفضحون. واتقوا الله ولا تخزون. قالوا أولم ننهك عن العالمين. قال هؤلاء بناتي إن كنتم فاعلين. لعمرك إنهم لفي سكرتهم يعمهون. فأخذتهم الصيحة مشرقين. فجعلنا عاليها سافلها وأمطرنا عليهم حجارة من سجيل. إن في ذلك لآيات للمتوسمين. وإنها لبسبيل مقيم. إن في ذلك لآية للمؤمنين. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫലമ്മ ജാഅ ആല ലൂത്തിനിൽ മുർസലൂൻ. ഫലമ്മ ജാഅ, അങ്ങനെ വന്നപ്പോൾ. എവിടേക്ക് വന്നപ്പോൾ? ആല ലൂത്തിൻ, ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കുടുംബത്തിലേക്ക്. അൽ മുർസലൂൻ, ആ അയക്കപ്പെട്ട ദൂതന്മാർ അഥവാ മലക്കുകൾ, മനുഷ്യരൂപത്തിൽ വന്ന, യുവാക്കളുടെ രൂപത്തിൽ വന്ന ആ മലക്കുകൾ
ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ഫലമ്മ ജാഅ ആല ലൂത്തിനിൽ മുർസലൂൻ ഖാല, ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നക്കും ഖൗമുൻ, നിങ്ങളൊരു വിഭാഗമാണ്, മുൻഖറൂൻ, അപരിചിതരായ. മഅറൂഫിൻ്റെ ഓപ്പോസിറ്റാണ്, ളിദ്ദാണ് മുൻകർ. മഅറൂഫ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നവർ, പരിചയമുള്ളവർ. മുൻകർ എന്ന് പറഞ്ഞാൽ അപരിചിതമായത്. അപ്പോൾ ഇന്നക്കും ഖൗമുൻ, നിങ്ങളൊരു ഖൗമാണ്, ഒരു സംഘമാണ്. മുൻകറൂൻ, നിങ്ങൾ അപരിചിതരാണ്. അൻകറ യുൻകിറു, ഇൻകാർ എന്ന് പറഞ്ഞാൽ അപരിചിതമാവുക, വെറുക്കപ്പെട്ടത്, തെറ്റായത് എന്നും അതിനർത്ഥമുണ്ട്. കാരണം ശറഇൽ അറിയപ്പെടാത്തതും മനുഷ്യൻ്റെ സംസ്കാരത്തിൽ അറിയപ്പെടാത്തതുമാണെന്ത്? വെറുക്കപ്പെട്ട കാര്യങ്ങൾ. അത് അപരിചിതമാണ്. അതുകൊണ്ടാണ് ആ നിലക്ക് അതിന് പേര് ലഭിക്കാനുള്ള കാരണം. എന്തായിരുന്നാലും ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയുകയാണ്, കാരണം ആ നാട്ടിൽ അവരെ കണ്ടിട്ടില്ല, അതിനു മുമ്പ് ആ നാട്ടിൽ അവരെ കണ്ടിട്ടില്ല. യഥാർത്ഥത്തിൽ അവർ മലക്കുകളാണ്, യുവാക്കളുടെ രൂപത്തിൽ വന്നു എന്ന് മാത്രം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഖാല ഇന്നക്കും ഖൗമുൻ മുൻകറൂൻ, നിങ്ങൾ അപരിചിതരായ ഒരു സംഘമാണല്ലോ, ആളുകളാണല്ലോ എന്ന് പറയുകയുണ്ടായി. ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, മലക്കുകൾ പറഞ്ഞു, ബൽ ജിനാക, എന്നാൽ അങ്ങനെയല്ല, ജിനാക, ഞങ്ങൾ താങ്കളുടെ അടുക്കൽ വന്നിരിക്കുന്നു. ജാഅ യജീഉ, വരിക. ജിനാക ബിൽ ഹഖ്, സത്യവുമായി. ഖാലൂ ബൽ ജിനാക, ഞങ്ങൾ വന്നിരിക്കുന്നു. ബിമാ കാനൂ ഫീഹി യംതറൂൻ, ഞങ്ങൾ എന്തുമായിട്ടാണ് വന്നത്? ബിമാ കാനൂ ഫീഹി യംതറൂൻ, അവർ ഏതൊരു വിഷയത്തിലാണോ സംശയത്തിലായിട്ടുള്ളത്. ഇംതറ എന്ന് പറഞ്ഞാൽ യംതരി, സംശയമുണ്ടാവുക, മിറ ഉണ്ടാവുക. ഏതൊരു വിഷയത്തിലാണോ അവർ സംശയിച്ച് നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്, ആ വിഷയവുമായിട്ടാണ് ഞങ്ങൾ വന്നത്. അഥവാ ബിൽ അദാബ്, ശിക്ഷയുമായിക്കൊണ്ട്. കാരണം ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അതേപോലെ നിങ്ങൾ സ്വവർഗരതി എന്ന വളരെ മ്ലേച്ഛമായ ഈ ഒരു പ്രവർത്തനത്തിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം. ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് വന്നു ഭവിക്കുമെന്ന് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞിരുന്നു. പക്ഷേ അവർ അതിനെ നിഷേധിച്ചു. അങ്ങനെയാണെങ്കിൽ താങ്കൾ പറയുന്ന ആ ശിക്ഷ ഞങ്ങൾക്ക് കൊണ്ടുവാ എന്നൊക്കെ അവർ കളിയാക്കി നിഷേധ രൂപത്തിൽ പറയുകയുണ്ടായി. എല്ലാ പ്രവാചകന്മാരോടും അവരുടെ സമൂഹം അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ശിക്ഷ വരുന്നതിനെക്കുറിച്ച് അവർ സംശയത്തിലായിരുന്നു, അല്ലെങ്കിൽ നിഷേധത്തിലായിരുന്നു. അങ്ങനെ അവർ ഏതൊരു ശിക്ഷയാണോ നിഷേധിച്ചത്, ആ ശിക്ഷയും കൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഖാലൂ ബൽ ജിനാക, ഞങ്ങൾ താങ്കളുടെ അടുക്കൽ വന്നിട്ടുള്ളത് ബിമാ കാനൂ ഫീഹി, അവർ ഏതൊരു കാര്യത്തിലായിരുന്നോ യംതറൂൻ, സംശയം പ്രകടിപ്പിച്ചത്, മിരിയത്ത് പ്രകടിപ്പിച്ചത്, ആ ഒരു വിഷയവുമായി കൊണ്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. വ അതൈനാക, ഞങ്ങൾ താങ്കളുടെ അടുക്കൽ വന്നിരിക്കുന്നു. ബിൽ ഹഖ്, സത്യവുമായി കൊണ്ട്. ബിൽ ഹഖ് അഥവാ അള്ളാഹുവിൽ നിന്നുള്ള സത്യകൽപ്പനയുമായി കൊണ്ട് ഞങ്ങൾ വന്നിരിക്കുന്നു. വ ഇന്ന, തീർച്ചയായും ഞങ്ങൾ ലസ്വാദിഖൂൻ, ഞങ്ങൾ സത്യം പറയുന്നവരാകുന്നു. സദഖ യസ്ദുഖു എന്ന് പറഞ്ഞാൽ സത്യം പറയുക, സിദ്ഖ് എന്ന് പറഞ്ഞാൽ സത്യം, സത്യസന്ധത. സ്വാദിഖ് എന്ന് പറഞ്ഞാൽ സത്യം പറയുന്ന ആൾ. വ ഇന്ന, നിശ്ചയം ഞങ്ങൾ ലസ്വാദിഖൂൻ, ഞങ്ങൾ സത്യം പറയുന്നവരാകുന്നു. താങ്കളുടെ അടുക്കൽ ഞങ്ങൾ ഹക്കുമായിട്ടാണ് വന്നത്, വ്യക്തമായ അള്ളാഹുവിൻ്റെ കൽപ്പനയുമായിട്ടാണ് വന്നത്. കാരണം അങ്ങനെ പറയാനുള്ള കാരണം, അവർ മനുഷ്യരൂപത്തിലാണ് വന്നത്. പ്രവാചകന്മാരാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കുന്ന, വഹയിലൂടെ അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങളെ അവർക്കറിയാൻ കഴിയുള്ളൂ. അതിനപ്പുറത്തുള്ള ഗൈബിയായ ജ്ഞാനം അത് പ്രവാചകന്മാരാണെങ്കിൽ പോലും ഇല്ല. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പറഞ്ഞത് എന്താണ്? ലാ അഅലമുൽ ഗൈബ, എനിക്ക് അദൃശ്യം അറിയില്ല. അള്ളാഹു അറിയിച്ചു തന്നതിനപ്പുറത്തുള്ള യാതൊരു അദൃശ്യജ്ഞാനവും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയോട് അവർ പറയുകയാണ്, ഞങ്ങൾ മലക്കുകളാണ്, പക്ഷേ മനുഷ്യരൂപത്തിലാണ് വന്നത്. അതുകൊണ്ട് താങ്കളും സംശയിക്കേണ്ടതില്ല. മറിച്ച് വ അതൈനാക ബിൽ ഹഖ്,
ഞങ്ങൾ സത്യവുമായിട്ടാണ് താങ്കളുടെ അടുക്കൽ വന്നിട്ടുള്ളത്. വ ഇന്നാ ലസാദിഖൂൻ, ഞങ്ങൾ സത്യം പറയുന്നവരാണ്. അഥവാ അവർ സംശയം പ്രകടിപ്പിച്ച അദാബുമായി, ശിക്ഷയുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, ഭൂമിയിൽ ഏതൊരു സമൂഹവും ശിക്ഷിക്കപ്പെടുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രത്യേക സൈന്യങ്ങളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, മലക്കുകൾ. ആ മലക്കുകളാണ് ഈ ശിക്ഷ ഇവിടെ പ്രാവർത്തികമാക്കുന്നത്. അള്ളാഹു അവരെ അത് ഏൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മലക്കുകളാണ് ആ കാര്യം ചെയ്യുന്നത്. നമുക്കറിയാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ സംഘത്തിലുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ അദ്ദേഹം പിന്നീട് വന്നതാണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പിന്നീട് വന്നതാണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രഗത്ഭരായ മലക്കുകളായിരുന്നു ഈ വന്ന സംഘം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം തുടങ്ങിയ മലക്കുകളായിരുന്നു അത് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ഒറ്റ ചിറക് കൊണ്ടാണ് ഈ നാടിനെ നശിപ്പിച്ചത് എന്ന് സ്വഹീഹായ റിവായത്തുകളിൽ നമുക്ക്, അല്ലെങ്കിൽ സ്വീകാര്യയോഗ്യമായ അസറുകളിൽ വന്നിട്ടുണ്ട്. ഒറ്റ ചിറക് കൊണ്ടാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് 600 ചിറകുകളുണ്ട്. അതിലൊരു ചിറക് മാത്രമേ സദോം സമൂഹത്തെ, ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയെ നശിപ്പിക്കാൻ ഒരു ചിറക് മാത്രമേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ ഭൂമിയിൽ അടിമകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ മലക്കുകളെ പറഞ്ഞയക്കുന്നു. ആ മലക്കുകളിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ പറഞ്ഞത്, ഖാലൂ ബൽ ജിനാക, ഞങ്ങൾ താങ്കളുടെ അടുക്കൽ വന്നത് ബിമാ കാനൂ ഫീഹി യംതറൂൻ, ഏതൊരു ശിക്ഷയുടെ കാര്യത്തിലാണോ അവർ സംശയത്തിലായത് ആ ശിക്ഷയും കൊണ്ടാണ് ഞങ്ങൾ വന്നത്. അഥവാ അള്ളാഹു അവരെ ആ ശിക്ഷയും കൊണ്ടാണ് അയച്ചിട്ടുള്ളത്. അത് സത്യമാണ്. അതുകൊണ്ട് വഅതൈനാക, ഞങ്ങൾ താങ്കളുടെ അടുക്കൽ വന്നത് ബിൽ ഹഖ്, സത്യമായ, സംഭവിക്കാൻ പോകുന്ന, ഉറപ്പായും സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യവുമായിട്ടാണ് വന്നത്. വ ഇന്നാ ലസാദിഖൂൻ, ഞങ്ങൾ സത്യമാണ് പറയുന്നത്. എന്നിട്ട് ചില നിർദ്ദേശങ്ങൾ നൽകുകയാണ്. എന്താണ് ആ നിർദ്ദേശം? അതിലൊന്ന്, ഫഅസ്സിരി ബി അഹ്ലിക, താങ്കളുടെ കുടുംബത്തെയും കൊണ്ട് താങ്കൾ രാത്രിയിൽ സഞ്ചരിക്കണം, പുറപ്പെട്ടു പോകണം ഈ നാട്ടിൽ നിന്ന്. അസ്റ യുസ്രി, ഇസ്റ എന്ന് പറഞ്ഞാൽ രാത്രി സഞ്ചരിക്കുന്നതിനാണ് അസ്റ എന്ന് പറയുന്നത്. യുസ്രി ഇസ്റാഅൻ, സുബ്ഹാനല്ലദി അസ്റ ബി അബ്ദിഹി എന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്. ഇസ്റാഇൻ്റെ യാത്രയെക്കുറിച്ച് നമുക്കറിയാം, അത് രാത്രിയിലാണ്. അതുകൊണ്ട് രാത്രിയിൽ സഞ്ചരിക്കുന്നതിനാണ് പൊതുവെ ഈ വേർഡ് ഉപയോഗിക്കുന്നത്. സറ യസ്രി എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. അതിൽ നിന്നാണ് സയ്യാറ ഒക്കെ വന്നിട്ടുള്ളത്. ഫഅസ്സിരി ബി അഹ്ലിക, താങ്കളുടെ കുടുംബത്തെയും കൊണ്ട് താങ്കൾ രാത്രിയിൽ സഞ്ചരിക്കണം, പുറപ്പെട്ടു പോകണം, ഈ നാട്ടിൽ നിന്ന് പോകണം. കാരണം ഇവിടെ ശിക്ഷ വരാൻ പോവുകയാണ്. എപ്പോഴാണ് പോവേണ്ടത്? ബിഖിത്ഇൻ മിനൽ ലൈലി, രാത്രിയുടെ ഒരു കഷണത്തിൽ, അഥവാ രാത്രിയുടെ യാമങ്ങളിലൊന്നിൽ. ഇവിടെ അതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തിയതുപോലെ രാത്രിയുടെ അവസാനയാമത്തിൽ, രാത്രിയുടെ അവസാനത്തിലേക്ക്. ബിഖിത്ഇൻ മിനൽ ലൈലി, രാത്രിയുടെ ഖിത്അ് അഥവാ ഫി ആഖിരിൽ ലൈൽ, രാത്രിയുടെ അവസാന ഭാഗത്ത് എന്ത് ചെയ്യണം? ഈ നാട്ടിൽ നിന്ന് പോകണം. എന്തിനാണ് രാത്രിയുടെ അവസാനത്തിൽ പോകാൻ പറഞ്ഞത്? തുടക്കത്തിലേ പോയാൽ മറ്റുള്ളവർ അറിയും. അപ്പോൾ ആ ജനത അറിയാൻ പാടില്ല. എന്തുകൊണ്ടാണ് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും കൂടെ വിശ്വസിച്ചവരുമൊക്കെ ഇവിടെ നിന്ന് പോകുന്നത്? അപ്പോൾ അത് അവർക്ക് സംശയമുണ്ടാകും. അവരും ഒരു പക്ഷേ അവരുടെ കൂടെ കൂടിയേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും മിനൽ ഗാബിരി എന്ന് പറഞ്ഞ് അവശേഷിക്കുന്നവരിൽ പെട്ടു എന്ന് പറഞ്ഞാൽ കൂടെ പോകാതെ അവിടെ തന്നെ അവശേഷിച്ചു എന്ന അർത്ഥത്തിലാണ്. അവർ പോലും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരും അറിയരുത്, എല്ലാവരും ഉറങ്ങിക്കിടക്കണം. അതുകൊണ്ട് രാത്രിയുടെ സ്റ്റാർട്ടിങ്ങിലല്ല പോവേണ്ടത്, മറിച്ച് രാത്രി അല്പം കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങിയതിന് ശേഷം അവസാനത്തേക്ക് യാത്ര മാറ്റി വെക്കാൻ പറഞ്ഞു. ഫഅസ്സിരി ബി അഹ്ലിക ബിഖിത്ഇൻ മിനൽ ലൈലി. രണ്ടാമത്തെ നിർദ്ദേശം വത്തബിഅ അദ്ബാറഹും. വത്തബിഅ അദ്ബാറഹും, ദുബറിൻ്റെ ജംആണ് അദ്ബാർ. അവരുടെ പിറകിലായി താങ്കൾ സഞ്ചരിക്കണം. ഇത്തബഅ യത്തബിഉ ഇത്തിബാഅൻ, പിന്തുടരുക എന്ന് പറഞ്ഞാൽ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റവും പിറകിലായിരിക്കണം എന്നർത്ഥം, മുന്നിലാവരുത്. അപ്പോൾ പൊതുവേ ഇമാമ് മുന്നിലാണല്ലോ വേണ്ടത്, അനുയായികൾ പിറകിലും.
എന്നാൽ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഏറ്റവും പിറകിൽ നിൽക്കാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരും രക്ഷപ്പെട്ടു, വിശ്വാസികളും കുടുംബക്കാരും എല്ലാവരും രക്ഷപ്പെട്ടു എന്ന് ഉറപ്പുവരുത്താനും, അങ്ങനെ വിശ്വാസികളെല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ ഡയറക്ഷനിൽ സഞ്ചരിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഏറ്റവും പിറകിൽ സഞ്ചരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. വേറെയും ഹിക്മത്തുകൾ പറയപ്പെടുന്നു. അള്ളാഹു തബാറക വ തആല അഅലം. എന്തായിരുന്നാലും രണ്ടാമത്തെ നിർദ്ദേശം ഇതാണ്, വത്തബിഅ അദ്ബാറഹും, അവരുടെ പിറകിൽ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം താങ്കൾ പോവേണ്ടത്. അവരെ താങ്കൾ ഫോളോ ചെയ്യണം, പിറകിൽ നിന്ന് നയിക്കണം എന്നർത്ഥം. മൂന്നാമത്തെ നിർദ്ദേശം, വലാ യൽതഫിത് മിൻകും അഹദുൻ. ഇൽതഫത യൽതഫിതു ഇൽതിഫാതൻ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കുക. പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നതിനാണ് ഇൽതഫത എന്ന് പറയുന്നത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ യൽതഫിത് മിൻകും അഹദുൻ, നിങ്ങളിൽ നിന്ന് ഒരാളും പിറകിലേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല. ആരും തിരിഞ്ഞു നോക്കാൻ പാടില്ല. നാലാമത്തത് വംദു, മദാ യംദി മുദി എന്ന് പറഞ്ഞാൽ നടക്കുക. നിങ്ങൾ നടക്കുക. വംദു ഹൈസു തുമറൂൻ, എങ്ങനെയാണോ കൽപ്പിക്കപ്പെടുന്നത്, എവിടേക്ക് പോകാനാണോ കൽപ്പിക്കപ്പെടുന്നത്, ആ നിർദ്ദേശം ബാക്കിൽ നിന്ന് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞുകൊണ്ടിരിക്കും. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മലക്കുകൾ പറഞ്ഞു കൊടുക്കും, അള്ളാഹു വഹയിലൂടെ അറിയിച്ചു കൊടുക്കും. ഈ പറയുന്നതിനനുസരിച്ച് പിറകിൽ നിന്നാണ് ആര് വിളിച്ചു പറയുക? ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു പറയും, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് എന്നിങ്ങനെ നേരെ പോകണം, അവിടുന്ന് വലത്തോട്ട് ഇടത്തോട്ട് എന്ന് പിറകിൽ നിന്ന് വിളിച്ചു പറയും. ആ പറയുന്നതനുസരിച്ച് പോവുക എന്നല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? പിറകിലേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല. അപ്പോൾ അതൊരു പ്രത്യേക യാത്രയാണ്, ഒരു പ്രത്യേക സഞ്ചാരമാണ്. വ്യക്തമായ നിർദ്ദേശങ്ങൾ അതിലുണ്ട്. വംദു, നിങ്ങൾ നടക്കണം. ഹൈസു തുമറൂൻ, എങ്ങനെയാണോ കൽപ്പന വരുന്നത് ആ ഓർഡർ അനുസരിച്ച് സഞ്ചരിക്കണം. സ്വന്തം ഇഷ്ടപ്രകാരം സഞ്ചരിക്കരുത് എന്നർത്ഥം. കാരണം വലിയൊരു ശിക്ഷ വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പറഞ്ഞു, തിരിഞ്ഞു നോക്കരുത് എന്ന് പറയാനുള്ള കാരണങ്ങളിലൊന്ന്, നിങ്ങൾ പോയിക്കൊണ്ടിരിക്കെ നിങ്ങൾക്ക് വലിയ ശബ്ദം കേൾക്കാൻ കഴിയും, ഘോര ശബ്ദം കേൾക്കാൻ കഴിയും. അന്ന് വരെ നിങ്ങൾ താമസിച്ച നാടാണ്, നിങ്ങളുടെ വീടുകൾ അവിടെ ഉണ്ട്, നിങ്ങളുടെ പല കുടുംബക്കാരും അവിടെയുണ്ട്, നിങ്ങൾക്ക് പരിചയമുള്ള ധാരാളം ആളുകളുണ്ട്, കാരണം നിങ്ങൾ ആ നാട്ടിലാണ് താമസിച്ചത്. അപ്പോൾ ആ നാട്ടിൽ ഇത്രയും ഭയാനകരമായ ഒരു ശബ്ദമാണ് കേൾക്കാൻ പോകുന്നത്. ആ ശബ്ദം കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒന്ന് തിരിഞ്ഞു നോക്കും. അവിടെ സുഹൃത്തുക്കളുണ്ട്, കൂട്ടുകാരുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഒരാളും തിരിഞ്ഞു നോക്കാൻ പാടില്ല. ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞത് തിരിഞ്ഞു നോക്കിയാൽ ശിക്ഷ അവരെ പിടികൂടും എന്ന ഒരു നിർദ്ദേശമുണ്ടായിരുന്നു എന്നാണ്. അല്ലാഹു ആലം. അതുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ പോകാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞത്. ഫഅസ്രി ബി അഹ്ലിക ബിഖത്ഇൻ മിനൽ ലൈലി, മലക്കുകൾ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു, രാത്രിയുടെ അവസാനത്തിൽ താങ്കളുടെ കുടുംബത്തെയും കൊണ്ട് സഞ്ചരിക്കുക. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുടുംബം ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയിൽ വിശ്വസിച്ചിരുന്നു. ഇല്ലംറഅതഹു, ഭാര്യ ഒഴികെ. അതൊരു ഭാര്യയാണെങ്കിൽ അവൾ, അതല്ല ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു എന്ന അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അഹ്ല് എന്ന് പറയുമ്പോൾ ഭാര്യമാർ കൂടി ഉണ്ടാവണം. അതുകൊണ്ടാണ് കുടുംബത്തെയും കൊണ്ട് പോവാൻ പറഞ്ഞത്. വത്തബിഅ അദ്ബാറഹും വലാ യൽതഫിത് മിൻകും അഹദുൻ വംദു ഹൈസു തുമറൂൻ വഖദൈനാ ഇലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നാം അദ്ദേഹത്തിന് വഹി നൽകി. ഇവിടെ ഖദാ യഖ്ദി, ഖദാ എന്ന് പറഞ്ഞാൽ വിധിക്കുക എന്ന, അഥവാ ദൃഢമായും സംഭവിക്കാവുന്ന, അള്ളാഹു ഖദറാക്കുകയും ഖളാ ആക്കുകയും ചെയ്ത കാര്യം, അത് അദ്ദേഹത്തിന് വഹിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തു. വഖദൈനാ ഇലൈഹി എന്ന് പറഞ്ഞാൽ വഔഹൈനാ ഇലൈഹി, അദ്ദേഹത്തിന് വഹിയായി അള്ളാഹു അറിയിച്ചു കൊടുത്തു. ശക്കില്ലാത്ത, സംശയമില്ലാത്ത അറിയിപ്പ്. ദാലിക്കൽ അംറ, ആ ഒരു കാര്യം അറിയിച്ചു കൊടുത്തു. അത് ഖളാ ആയി കഴിഞ്ഞു, അഥവാ അത് സംഭവിച്ചു കഴിഞ്ഞു. ഖദറിൽ നിന്ന് ഖളായിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ, ഖദർ എന്ന് പറഞ്ഞാൽ ലൗഹുൽ മഹ്ഫൂദിൽ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദറാക്കുന്ന കാര്യം, സംഭവിക്കുമെന്ന് ഖദറാക്കിയ കാര്യം, അതിനാണ് ഖദർ എന്ന് പറയുന്നത്. അത് സംഭവിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഖളാ എന്ന് പറയുന്നത്. എല്ലാ ഖദറും ഖളാ ആവണമെന്നില്ല. അതുകൊണ്ടാണ് ഹദീസിൽ വന്നിട്ടുള്ളത്, ലാ യറുദ്ദുൽ ഖളാഅ ഇല്ല ദുആ വലാ യറുദ്ദുൽ ഖദറ
ഇല്ല ദുആ. ദുആ കൊണ്ട് ഖദർ നീങ്ങിപ്പോകും. ദുആ കൊണ്ട് ഖദർ നീങ്ങിപ്പോകും. പക്ഷേ അവർ ദുആ ചെയ്യുമെന്നും എന്തൊരു സബബാണ് ഉണ്ടാവുന്നത്, ആ സബബ് വരുമ്പോൾ അത് മാറിപ്പോകും എന്നതും എവിടെ ഉണ്ടാകും? ലൗഹുൽ മഹ്ഫൂദിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയെ അള്ളാഹു ശിക്ഷിക്കുവാൻ ഖദറാക്കിയിട്ടുണ്ട്. എന്നാൽ അവർ നന്നായാൽ ശിക്ഷിക്കുകയില്ല എന്നും അള്ളാഹു ഖദറാക്കി. അങ്ങനെ അവരെന്ത് ചെയ്തു? അവർ നന്നായി. അപ്പോൾ ശിക്ഷയെ അള്ളാഹു എന്ത് ചെയ്തു? മാറ്റിവെച്ചു എന്നാണ്. എന്നാൽ ഇവരുടെ കാര്യത്തിൽ അങ്ങനെ ഒരു മാറ്റിവെക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഖളാ എന്നുള്ള വേർഡ് ഉപയോഗിച്ചത്. വഖദഇനാ ഇലൈഹി, ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നാം നമ്മുടെ ഖളാ അറിയിച്ചു കൊടുത്തു, വഹയായി അറിയിച്ചു കൊടുത്തു. ദാലിക്കൽ അംറ, ആ ഒരു കാര്യം. ഏതാണ് ആ ദാലിക്കൽ അംറ? അത് ഉടനെ പറയുന്നുണ്ട്. അഥവാ ദാബിറ ഹൗല, ഇക്കൂട്ടരുടെ മുരട്. ദാബിർ എന്ന് പറഞ്ഞാൽ അസ്ല്, അതിൻ്റെ ജംആണ് ദവാബിർ. അസ്ല് എന്ന് പറയും, ഒന്നിൻ്റെ അറ്റം, വേര്, ബേസ്. അത് എന്ന് പറഞ്ഞാൽ മുരടോടെ എന്ന് നമ്മൾ പറഞ്ഞാൽ എന്താണ്? ഒന്നുപോലും ബാക്കിയില്ലാതെ, തണ്ടോ തറയോ മുരടോ ബാക്കിയില്ലാതെ നശിപ്പിക്കപ്പെടും. അന്നദാബിറഹ ഉല, ഇക്കൂട്ടരുടെ അസ്ലു, വേര്, മുരട്, മഖ്തൂഉൻ, മുറിക്കപ്പെടുന്നതാണ്. ഖതഅ യഖ്തഉ എന്ന് പറഞ്ഞാൽ മുറിക്കുക, മഖ്തൂഉ മുറിക്കപ്പെടുക. മഖ്തൂഉൻ അത് കംപ്ലീറ്റ് മുറിക്കപ്പെടും. എപ്പോൾ? മുസ്ബിഹീൻ, സുബഹിയുടെ സമയത്ത്, രാവിലെ ആയി കഴിഞ്ഞാൽ. ളുഹയുടെ സമയമാണ് ഉദ്ദേശിച്ചത്. സുബഹി അഥവാ രാവിലെ. അവർ മുസ്ബിഹീങ്ങളായിരിക്കെ എന്നാണ്. അഥവാ രാവിലെ അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ. അസ്ബഹ യുസ്ബിഹു ഇസ്ബാഹൻ. അസ്ബഹ എന്ന് പറഞ്ഞാൽ ഒരാൾ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുന്നതിനാണ് അസ്ബഹ എന്ന് പറയുന്നത്. മുസ്ബിഹ് എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ച ഒരാൾ. മുസ്ബിഹീൻ, അവർ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മുച്ചൂടും ആ ജനതയെ അള്ളാഹു, മുരടടക്കം അള്ളാഹു എന്ത് ചെയ്യും? നശിപ്പിച്ച് കളയുന്നതാണ് എന്ന് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു വഹി അറിയിച്ചു കൊടുത്തു. താങ്കൾ എന്ത് ചെയ്യുക? താങ്കൾ രാത്രിയിൽ കുടുംബത്തെയും കൂട്ടി പോവുക. ജനതയുടെ ഏറ്റവും പിറകിൽ താങ്കളായിരിക്കണം ഉണ്ടാവേണ്ടത്. ഒരാളും തിരിഞ്ഞു നോക്കരുത് എന്ന് അവരോട് പ്രത്യേകം പറയണം. നൽകുന്ന ഡയറക്ഷൻ അനുസരിച്ച് മുന്നോട്ട് പോകണം എന്നും പറയണം. എന്നിട്ട് എന്തിനാണിത് പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കാരണം വഖദൈനാ ഇലൈഹി ദാലിക്കൽ അംറ അന്ന ദാബിറ ഹൗല, ഈ കൂട്ടരുണ്ടല്ലോ അവർ മഖ്തൂഉൻ മുസ്ബിഹീൻ, നേരം വെളുക്കുമ്പോഴേക്ക് മുരടോടെ പിഴുതെടുക്കപ്പെടുന്നതാണ്, നശിപ്പിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് താങ്കൾ രക്ഷപ്പെട്ടോളൂ എന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഈ കാര്യമൊക്കെ മലക്കുകളിലൂടെ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ലഭിക്കുകയാണ്. കാരണം ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വീട്ടിലേക്ക് അവർ വന്നു. അപ്പോൾ അവർ അപരിചിതരാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ, അല്ല, ഞങ്ങൾ പരിചിതരാണ്, അഥവാ മലക്കുകളാണ്. പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ വന്ന മലക്കുകളെ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ അടക്കമുള്ള മലക്കുകളെ പ്രവാചകന്മാർക്ക് അറിയുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ മുൻകറുകളല്ല, മറിച്ച് അള്ളാഹു അയച്ചതാണ് എന്നവർ പറഞ്ഞു കൊടുത്തു. എന്തിനാണ് അയച്ചത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ നാളെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളാണ് അവർ പറഞ്ഞു കൊടുത്തത്. പക്ഷേ സംഭവം അഥവാ ഈ ആയത്തുകൾ ആ പ്രസൻറ്റ് ഡേ എന്താണോ നടന്നത് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വജാഅ അഹ്ലുൽ മദീന, അങ്ങനെ ആ മദീനയിലുള്ള അഥവാ സദോം പട്ടണത്തിലുള്ള ആളുകൾ ഓടി വന്നു. അഹ്ലുൽ മദീന എന്ന് പറഞ്ഞാൽ പട്ടണക്കാർ, പട്ടണ നിവാസികൾ, രാജ്യക്കാർ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. വജാഅ അഹ്ലുൽ മദീനതി യസ്തബ്ശിറൂൻ, അങ്ങേയറ്റം സന്തോഷിച്ചുകൊണ്ട്. ഇസ്തബ്ശറ എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക, യസ്തബ്ശിറു ഇസ്തിബ്ശാറൻ, അങ്ങേയറ്റം സന്തോഷിച്ചുകൊണ്ട്. ആ വേർഡ് ഉപയോഗിക്കുന്നത് പരസ്പരം സന്തോഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ സന്തോഷിപ്പിച്ചുകൊണ്ട് എന്നാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് എന്നർത്ഥം. അപ്പോൾ ആ ജനതയുടെ അവസ്ഥ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മാത്രമല്ല ഈ തിന്മ അഥവാ സ്വവർഗരതി എന്ന് പറയുന്ന തിന്മയുടെ സ്റ്റാർട്ടിങ് ഈ ജനതയിൽ നിന്നാണ്. അതിനു മുമ്പ് ആരും ചെയ്തിട്ടില്ല. അതിനു മുമ്പ് ആരും സ്വവർഗരതി ചെയ്തിട്ടില്ല. ഇവരാണ് തുടങ്ങിയത്. അപ്പോൾ എന്ത് കരുതരുത്? സ്റ്റാർട്ടിങ് എന്നുള്ള നിലയ്ക്ക് ചെറിയ രൂപത്തിലാണെന്ന് കരുതരുത്. മറിച്ച് ലോകത്ത് അതേപോലെ ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. ഇനി അഥവാ ഇക്കാലഘട്ടത്തിൽ ഉണ്ടെങ്കിൽ പോലും അതും അന്ന് നടന്നതും തമ്മിൽ എന്തില്ല? വലിയ ഡിഫറൻസ് ഒന്നുമില്ല.
അത്രമാത്രം സ്വർഗരതി എന്നുള്ളത് രക്തത്തിൽ അലിഞ്ഞു ചേർന്നതുപോലെയായിരുന്നു അവരുടെ അവസ്ഥ. അതുകൊണ്ടാണ് ഒരു പരീക്ഷണാർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും സുന്ദരന്മാരായ ചെറുപ്പക്കാരുടെ രൂപത്തിലാണ് ഈ മലക്കുകളെ അയച്ചിട്ടുള്ളത്. യുവാക്കളുടെ, സുന്ദരന്മാരായ യുവാക്കളുടെ രൂപത്തിലാണ് അയച്ചിട്ടുള്ളത്. ഒന്ന്, അവർ വന്നു എന്നറിഞ്ഞപ്പോഴേക്ക് നിങ്ങൾ നോക്കൂ, വജാഅ അഹ്ലുൽ മദീന. ഒന്നും രണ്ടും ആളുകളല്ല, അഹ്ലുൽ മദീന. അഹ്ല് എന്ന് പറഞ്ഞാൽ എത്ര? ആ പട്ടണത്തിലുള്ള വലിയ ഒരു സംഘം ആളുകൾ തന്നെയാണ് വരുന്നത്. അല്ലാതെ ഒന്നും രണ്ടും ഈ തെറ്റ് ചെയ്യുന്ന ആളുകൾ ഒളിച്ചുകൊണ്ട് വന്നതല്ല. അവർ ഇത് തങ്ങളുടെ ഹക്കാണ് എന്നുള്ള നിലക്കുള്ള വരവാണ്. അതാണ് അഹ്ലുൽ മദീന എന്ന് പറഞ്ഞത്. ആ പട്ടണക്കാരെല്ലാം കൂടിയാണ് വരുന്നത്, അല്ലെങ്കിൽ അവരിൽ മഹാഭൂരിപക്ഷവും വന്നു. ഒന്ന്, അവർക്ക് ആ തിന്മയോടുള്ള താല്പര്യം അതിൽ നിന്ന് കാണാൻ കഴിയും. ആ ചെറുപ്പക്കാരെ കാണുമ്പോഴേക്ക് അവർ വരികയാണ്. അവർ വന്നു എന്ന വിവരമായിരുന്നു ആരറിയിച്ചത്? ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശിക്ഷിക്കപ്പെട്ട ഭാര്യ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയെ വഞ്ചിച്ചു എന്ന് ഖുർആൻ പറഞ്ഞത് ഇതിനെക്കുറിച്ചാണ്. അഥവാ ഇങ്ങനെ ഒരു വിരുന്നുകാർ വന്നതിനെക്കുറിച്ച് ആ സ്ത്രീ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിൽ താല്പര്യമുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളത്. മാത്രമല്ല, അവർ എങ്ങനെയാണ് വന്നിട്ടുള്ളത്? യസ്തബിശിറൂൻ. അതിൽ രണ്ട് മാനുണ്ട്. ഒന്ന്, വളരെ സന്തോഷിച്ചുകൊണ്ടാണ് വന്നത്. രണ്ടാമത്തത് സന്തോഷിപ്പിച്ചുകൊണ്ടും. എന്ന് പറഞ്ഞാൽ അറിഞ്ഞവരൊക്കെ മറ്റുള്ളവരെ അറിയിക്കുകയാണ്, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒന്ന് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷവാർത്ത അറിയിച്ച് കൂട്ടമായിട്ടാണ് വരുന്നത്. അത്രമാത്രം അവർക്കതിൽ താല്പര്യമുണ്ടായിരുന്നു എന്നർത്ഥം. വജാഅ അഹ്ലുൽ മദീനത്തി യസ്തബിശിറൂൻ. അങ്ങനെ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വീട്ടിലേക്ക് ഇവർ അടിച്ചു കയറുകയാണ്. ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്ന ഹഉല, നിശ്ചയമായും ഇവർ ദൈഫി, എൻ്റെ അതിഥികളാണ്. പല മുഫസ്സിരിങ്ങളും പറഞ്ഞിട്ടുള്ളത്, ഇത് പരിശുദ്ധ ഖുർആൻ കാര്യങ്ങളെ വിശദീകരിക്കുമ്പോൾ നമുക്കറിയാം വ്യത്യസ്ത ഒരു ശൈലിയാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. ഇത് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇവരെ സംബന്ധിച്ച് അറിയുന്നതിന് മുമ്പ്, ഇത് മലക്കുകളാണ് എന്നറിയുന്നതിന് മുമ്പ് പറയുന്ന കാര്യമാണ്. കാരണം അവർ അതിഥികളാണ് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ധാരണ, മലക്കുകളാണ് എന്ന് അറിയില്ല. പിന്നെയാണ് അവർ ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുന്നത്. അവർക്ക് നമ്മുടെ അടുക്കലേക്ക് അടുക്കാൻ കഴിയില്ല, താങ്കൾ ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ സൂറത്ത് ഹൂദിൽ നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്തുൽ അറാഫിൽ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. സൂറത്തു ശുഅറായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവം വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ പല അധ്യായങ്ങളിലും ഇത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിൽ അറിയില്ല, എന്നാൽ പിന്നീട് മലക്കുകൾ പറയുന്നുണ്ട്, താങ്കൾ ഇങ്ങനെ ഒന്നും ബേജാറാവേണ്ട യാതൊരു ആവശ്യവുമില്ല, ഞങ്ങളെ അള്ളാഹു അയച്ചതാണ് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അത് ആ കാര്യം നേരത്തെ പറഞ്ഞു, അതിനുശേഷമാണ് ഈ സംഭവം പറയുന്നത്. അത് സംഭവങ്ങളെ രണ്ട് നിലക്ക് ഉദ്ധരിച്ചു എന്ന് മാത്രം. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്ന ഹഉലാഇ ദൈഫി, നിശ്ചയം ഇവർ എൻ്റെ അതിഥികളാണ്. ഫലാ തഫ്ളഹൂൻ, അതുകൊണ്ട് നിങ്ങൾ എന്നെ വഷളാക്കരുത്, ഫളഹ യഫ്ളഹു ഫളഹൻ എന്ന് പറഞ്ഞാൽ ഒരാളെ വഷളാക്കുക, കുറവാക്കുക, ഐബിൽ ആക്കുക. കാരണം ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയാണ്, ഇവർ എൻ്റെ അതിഥികളാണ്. അറബികളെ സംബന്ധിച്ചിടത്തോളം ഏത് അറബ് വംശജരും പൊതുവെ അതിഥികൾക്ക് വലിയ പരിഗണന കൊടുക്കുന്നവരാണ്, അവരെ ആദരിക്കുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ പറഞ്ഞതെന്നാണ്, ഇതെൻ്റെ അതിഥികളാണ്, അതുകൊണ്ട് ഫലാ തഫ്ളഹൂൻ, നിങ്ങൾ എന്നെ വഷളാക്കരുത്. കാരണം എൻ്റെ വീട്ടിൽ വന്ന അതിഥികളെ സംരക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഏതൊരാളുടെ വീട്ടിലും അതിഥികൾ വന്നാൽ അവരെ ഇക്റാം ചെയ്യണം. അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവർ ഫൽയുക്രിം ദൈഫഹു, അവരുടെ അതിഥികളെ ആദരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. നോക്കുക, ഉപയോഗിച്ച വേർഡ് അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കട്ടെ എന്നല്ല പറഞ്ഞത്, പാനീയം കൊടുക്കട്ടെ എന്നല്ല പറഞ്ഞത്. കാരണം ഇക്റാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇക്റാമിൽ ഇതെല്ലാം ഉണ്ട്. ഇക്റാം എന്ന് പറഞ്ഞാൽ വിശാലമായൊരു വാക്കാണ്. അതിൽ ഭക്ഷണം കൊടുക്കലുണ്ട്, വെള്ളം കൊടുക്കലുണ്ട്, അവരെ ബഹുമാനിക്കലുണ്ട്, അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കലുണ്ട്, അവരുടെ വിഷമങ്ങൾ തീർത്തു കൊടുക്കലുണ്ട്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യലുണ്ട്, എല്ലാം അതിലുണ്ട്. അതിഥികളുടെ കാര്യം അങ്ങനെയാണ്. അതുകൊണ്ടാണ് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഇന്ന ഹഉലാഇ ദൈഫി, ഇതെൻ്റെ അതിഥികളാണ്.
അതിഥികളുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഫലാ തഫ്ലഹൂനി, അതിഥികളുടെ കാര്യത്തിൽ നിങ്ങൾ എന്നെ വഷളാക്കരുത്. എൻ്റെ വീട്ടിൽ വന്ന ആളുകളെ നിങ്ങൾ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വഷളത്തരം എനിക്കാണ്. നിങ്ങൾ ഒരിക്കലും എന്നോട് അങ്ങനെ ചെയ്യരുത് എന്ന് മഹാനായ ആ പ്രവാചകൻ അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു. അതിനു പുറമെ അദ്ദേഹം പറഞ്ഞു, വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വലാ തുഖ്സൂൻ, നിങ്ങൾ എന്നെ അപമാനിക്കരുത്. അഖ്സാ യുഖ്സി ഇഖ്സാഅൻ, അപമാനിക്കുക. നിങ്ങൾ എന്നെ ഇൻസൾട്ട് ചെയ്യരുത്, നിങ്ങൾ എന്നെ അപമാനിക്കരുത്. കാരണം അതിനേക്കാൾ വലിയ ഇൻസൾട്ട് എന്താണ്? ഒന്ന്, നിങ്ങൾ വന്ന വിഷയം വളരെ മോശമായ ഒരു കാര്യമാണ്. അങ്ങനെ ഒരു കാര്യത്തിന് എൻ്റെ വീട്ടിലേക്ക് വന്ന അതിഥികളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക, അതിനേക്കാൾ വലിയൊരു അപമാനം എനിക്കെന്താണ്? അതുകൊണ്ട് നിങ്ങൾ എന്നെ അപമാനിക്കരുത്. നിങ്ങൾ റഹ്മാനായ റബ്ബിനെ ഭയപ്പെടണം. നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന അതിഥികളുടെ കാര്യത്തിൽ നിങ്ങൾ എന്നെ വഷളാക്കുകയും ചെയ്യരുത്. ഇത് ഖാസായി അവിടെ പറഞ്ഞ കാര്യമാണെങ്കിൽ കൂടി ഉലമാക്കൾ പറയുന്നത് പോലെ അതിഥികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത് ആമായ കാലഘട്ടത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു വീട്ടിൽ അതിഥികൾ വന്നാൽ ആ അതിഥികളെ ബഹുമാനിക്കേണ്ടത് പുറത്തുള്ള ആളുകളുടെ കൂടി ബാധ്യതയാണ്, വീട്ടുകാരുടെ മാത്രമല്ല. നമ്മളവരെ അപമാനിക്കും. നമ്മളൊരു വീട്ടിൽ പോയി, പല സന്ദർഭങ്ങളിലും പല ആളുകൾക്കും പല താല്പര്യമുണ്ടാവും. അപ്പോൾ ഒരു വീട്ടിലൊരു അതിഥി വന്നാൽ ചിലപ്പോൾ നമ്മൾ കുടുംബക്കാരൊക്കെ വിളിക്കും. പക്ഷെ വിളിച്ചത് വലിയ അബദ്ധമായി എന്ന് പിന്നീട് തോന്നുന്ന രൂപത്തിൽ അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എത്ര ആളുകൾ ധൈര്യമായി ഏതെങ്കിലും കുടുംബങ്ങളെ വീട്ടിലേക്ക് വിളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തുകൊണ്ടാണത്? അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് അവസാനം ഈ ആതിഥേയൻ, അതല്ലെങ്കിൽ ഈ സൽക്കാരം വെച്ച ആൾ അപമാനിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. ആ വീട്ടിൽ നിന്ന് അവർ വളരെ പ്രയാസപ്പെട്ട് ഇറങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകും. അങ്ങനെയൊന്നും ഉണ്ടാവരുത്. ഒരാളുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ ആ അതിഥിയെയും ആദരിക്കലും ആ അതിഥിയുടെ വിഷയത്തിൽ ആ വീട്ടുകാരനെ കുറവാക്കാതിരിക്കലും മറ്റുള്ളവരുടെ കൂടി ഉത്തരവാദിത്തമാണ്. പിന്നീട് പറയുന്നത് വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. റബ്ബിനെ ഭയപ്പെടുന്ന ആളുകൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യരുത്. വലാ തുഖ്സൂൻ, നിങ്ങൾ എന്നെ അപമാനിക്കരുത്. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുന്നവർ മറ്റൊരാളെ അപമാനിക്കാൻ പാടില്ല. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊച്ചാക്കാനോ കുറവാക്കാനോ അപമാനിക്കാനോ ഒന്നും പാടില്ല എന്നുള്ള പൊതുവായ തത്വവും ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ആ നിലക്ക് സംസാരിച്ചു. ഖാലു, അപ്പോൾ അവർ പറയുകയാണ് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയോട്, ഒരു നബിയോടാണ് അവർ പറയുന്നത്, അവലം നൻഹക്, ഞങ്ങൾ താങ്കളെ വിലക്കിയിട്ടില്ലേ? നഹ യൻഹ എന്ന് പറഞ്ഞാൽ വിലക്കുക, നഹി വിലക്ക്. അവലം നൻഹക, ഞങ്ങൾ താങ്കളെ വിലക്കിയിട്ടില്ലേ? അനിൽ ആലമീൻ, ലോകരുടെ കാര്യത്തിൽ, ഈ നാട്ടുകാരുടെ വിഷയത്തിൽ. ഇതിന് രണ്ട് തഫ്സീറാണ് ഉലമാക്കൾ പറഞ്ഞത്. അതിലൊന്ന് ഇബ്നു ജരീർ അത്ത്-തബരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു, ഖാല ലിലൂത്തിൻ ഖൗമുഹു, അവരുടെ ജനത ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു, അവലം നൻഹക, താങ്കളെ ഞങ്ങൾ വിലക്കിയിട്ടില്ലേ? അൻ തുദയ്യിഫ അഹദൻ മിനൽ ആലമീൻ, ഒരാളെയും ഗസ്റ്റായി വീട്ടിലേക്ക് വിളിക്കരുത് എന്ന്. കാരണം ഒരു വേള ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവർ എൻ്റെ അതിഥികളാണ് എന്ന് പറഞ്ഞിരിക്കാം. അങ്ങനെ അതിഥികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദ്രവിക്കില്ലല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം നേരത്തെ ചെയ്തിരിക്കാം. അപ്പോൾ പലപ്പോഴും അവർക്ക് അവരുടെ ഉദ്ദേശം നടക്കാതിരുന്നപ്പോൾ അവർ തന്നെ തീരുമാനിച്ചു, ഇനി മേലിൽ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമ അതിഥികളെ സ്വീകരിക്കാൻ പാടില്ല, വീട്ടിലേക്ക് അതിഥികളെ സ്വീകരിക്കാൻ പാടില്ല. അതാണ് ഖാലു അവലം നൻഹക ഐ അൻ തുദയ്യിഫ അഹദൻ മിനൽ ആലമീൻ, ജനങ്ങളിൽ നിന്ന് ഒരാളെയും ഇനി വിരുന്നുകാരായി വിളിക്കരുത് എന്ന് താങ്കളെ ഞങ്ങൾ നേരത്തെ വിലക്കിയിട്ടില്ലേ? അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ ഉദറു പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ അതിഥികളായി വിളിക്കാനൊന്നും പറ്റില്ല, ഞങ്ങളുടെ ആവശ്യങ്ങൾ നടക്കണം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്ന്. ഒരു തഫ്സീർ അതാണ്. രണ്ടാമത്തത് ഇതിൽ ഡയറക്റ്റ് പറഞ്ഞതുപോലെ ലോകരുടെ വിഷയത്തിൽ ഇടപെടരുത്, ഇത് ഞങ്ങളെ വിഷയമാണ്. നമ്മുടെ നാട്ടിൽ ഇന്നും പലരും പറയുന്നത് അതാണല്ലോ, ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടരുത്, ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ കാലഘട്ടമാണ്, ഇത് ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ കാലഘട്ടമാണ്,
ഇവിടെ എല്ലാവരും എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാം. പരലോകമില്ല, ദൈവമില്ല, മതത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ജനങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ ഇടപെടരുത് എന്ന് പ്രബോധകന്മാരോട്, വിശ്വാസികളോട്, ദാഇമാരോട്, മതത്തിൻ്റെ ആളുകളോട്, നിരീശ്വരവാദികളും അതേപോലെയുള്ള തൽപര കക്ഷികളും പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ലേ? അതുകൊണ്ട് തന്നെ എന്ത് വിഷയം മുസ്ലിമീങ്ങളുടെ സദസ്സിൽ മുസ്ലിം പണ്ഡിതന്മാർ ജനതയ്ക്കൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ പോലും വലിയ ചാനൽ ചർച്ചകളാവുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ പറയാൻ പാടില്ല, ഇവിടെ ആരും അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ വിശദീകരിക്കാൻ പാടില്ല എന്ന ധാർഷ്ട്യമാണ് ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ. ഇത്തരം ധാർഷ്ട്യം മുമ്പും ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ ന്യൂ വേർഷൻ മാത്രമാണ് ഇന്ന് കാണപ്പെടുന്നത്. അവർ ഒരു വലിയ പരിശുദ്ധിയുള്ള ആളുകൾ അങ്ങനെയും പറഞ്ഞിരുന്നു. അഖ്റിജു ആല ലൂത്തിൻ മിൻ ഖറയതികും ഇന്നഹും മുനാസുൻ യതതഹറുൻ, ഇവരെവിടുന്ന് പുറത്താക്കണം. അവർ പറയുകയാണ് ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയെയും കൂട്ടരെയും ഇവിടുന്ന് പുറത്താക്കണം. ഇന്നഹും മുനാസുൻ യതതഹറുൻ, അവർ വലിയൊരു ധാർമ്മികതയുടെ ആളുകൾ വന്നിരിക്കുന്നു, വലിയൊരു ശുദ്ധിയുടെ ആളുകൾ വന്നിരിക്കുന്നു, അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല എന്ന് പറയാൻ വന്നിരിക്കുന്നു, ഇവരൊന്നും ഈ നാട്ടിൽ നിൽക്കാൻ പാടില്ല, പുറത്താക്കണം. ഇതേ വേർഡ്സ് അല്ല എന്ന് ഉപയോഗിക്കുന്നത്, വേർഡുകളിൽ പോലും മാറ്റമില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അവർ പറഞ്ഞു ഖാലു അവലം നൻഹക അനിൽ ആലമീൻ, ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടരുത്, സ്വർഗരതിയെ നിരാകരിക്കരുത്, അത് പാടില്ല എന്ന് പറയരുത്, ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് വിട്ടേക്കണമെന്ന് താങ്കളോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടരുത് എന്ന് അവർ പറയുകയുണ്ടായി. അപ്പോൾ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു ഖാല ഹാ ഉലാഇ ബനാതി, ഇതാ ഈ നാട്ടിൽ എൻ്റെ പെൺകുട്ടികൾ, ബനാത്ത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ, എൻ്റെ പെൺകുട്ടികളുണ്ട് ഇവിടെ. ഇൻ കുൻതും ഫാഇലീൻ, നിങ്ങൾ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവരെ വിവാഹം കഴിക്കുക. അവിടെ ബനാത്ത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ, ബനാത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ പെൺകുട്ടികൾ. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പെൺമക്കളാണോ ഉദ്ദേശിച്ചത്? അവരടക്കം ഉൾക്കൊള്ളുന്ന ഒരു സൊസൈറ്റിയിലെ സ്ത്രീകളെല്ലാം ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ സ്ഥാനത്താണ്. നമുക്കറിയാം ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ ഉമ്മമാരാണ് ആര്? പ്രവാചകൻ്റെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ. ഉമ്മയുടെ സ്ഥാനമാണ് അവർക്ക്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാലിദിൻ്റെ, ഉപ്പയുടെ സ്ഥാനമാണ്. പക്ഷേ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയിലേക്ക് മാത്രം ചേർത്ത് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞപ്പോഴാണ് സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞപ്പോഴാണ് സൂറത്തുൽ അഹ്സാബിൽ ആയത്തിറക്കിയത്. എന്ത്? മാകാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും, നിങ്ങളിൽ ഒരു പുരുഷൻ്റെയും ഉപ്പയല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വലാകിർ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലാണ്, വഖാതമൻ നബിയീൻ, നബിമാരിൽ അവസാനത്തെ ആളുമാണ്. അതിൻ്റെ കോണ്ടസ്റ്റ് വേറെയാണ്. എന്നാൽ അതല്ലാത്ത നിലക്ക് ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഒരു വാലിദിൻ്റെ സ്ഥാനമാണ്, ഉപ്പ എന്നുള്ള അർത്ഥത്തിലല്ല, ആ സ്ഥാനമാണ് ഒരു പ്രവാചകനുള്ളത്. അതുകൊണ്ട് തന്നെ ആ ജനതയിലുള്ള ആൺകുട്ടികളെ പ്രവാചകന്മാരുടെ ആൺമക്കൾ എന്നുള്ള നിലക്ക് ആ ഒരു ആശയ തലത്തിൽ നിന്നുകൊണ്ട് പറയുന്നതിനോ അതേപോലെ തന്നെ സ്ത്രീകളെ ആ പ്രവാചകൻ്റെ പെൺകുട്ടികൾ എന്നുള്ള നിലക്ക് പറയുന്നതിനും എന്തില്ല? തെറ്റില്ല. അത് ഈ ആയത്തിൽ നിന്ന് ഉലമാക്കൾ, മുഫസ്സിരീങ്ങൾ, ഫുഖഹാക്കൾ തെളിവ് പിടിച്ചിട്ടുണ്ട്. അതിന് ധാരാളം തെളിവുകൾ വേറെയുമുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതുകൊണ്ട് തന്നെ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ് ഖാല ഹൗലാഇ ബനാതി, ഇതാ ഇവിടെ സ്ത്രീകളുണ്ട്, നിങ്ങൾ സ്വർഗ്ഗരതിയിലേക്ക് പോവല്ലേ, ഇവിടെ സ്ത്രീകളുണ്ട്. ആ സമൂഹത്തിന് സ്ത്രീകൾ ആവശ്യമില്ലായിരുന്നു എന്നാണ്. ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നവർ പറഞ്ഞു. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും അത് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് സ്ത്രീകൾ ആവശ്യമില്ല. പക്ഷേ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രധാനപ്പെട്ട പ്രബോധനം എന്തായിരുന്നു? നിങ്ങൾ സ്ത്രീകളെ കല്യാണം കഴിക്കുക, അവരാണ് നിങ്ങൾക്ക് അള്ളാഹു ഇണകളായി തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇണകൾ തമ്മിലേ അത് പാടുള്ളൂ, ഒരേ വർഗ്ഗക്കാർ തമ്മിൽ പാടില്ല എന്നത് അദ്ദേഹത്തിൻ്റെ പ്രബോധന വിഷയമാണ്. അതുകൊണ്ടാണ് ഇവിടെ മറ്റു മുഖവരികളില്ലാതെ അദ്ദേഹം പറഞ്ഞത് എന്ത്? ഹാ ഉലായി ബനാത്തി, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇതാ സ്ത്രീകൾ, ഇവരാണ് നിങ്ങളുടെ ഇണകൾ. ഇൻ കുൻതും ഫാഇലീൻ, നിങ്ങൾ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അതാണ് അതിൻ്റെ അർത്ഥം. ഇബ്നു ജരീർ അത്ത്-തബരി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെക്കുറിച്ച് പറയുന്നത് അതാണ്. തസവ്വജുൻ നിസാ, നിങ്ങൾ സ്ത്രീകളെ കല്യാണം കഴിക്കുക, ഫഅ്തൂഹുന്ന, എന്നിട്ട് അവരെ നിങ്ങൾ സമീപിക്കുക. അല്ലാതെ ചില ആളുകൾ ധരിച്ചതുപോലെ വ്യഭിചരിച്ചോളൂ, സ്ത്രീകളാണെങ്കിൽ കുഴപ്പമില്ല, വ്യഭിചാരാണെങ്കിലും കുഴപ്പമില്ല, പുരുഷൻ്റെ അടുത്ത് പോവരുത്, അത് സ്വർഗ്ഗരതിയുടെ ഗൗരവത്തെ കാണിക്കാനാണ്
ചില മുസ്ലിം നാമധാരികളും തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്നാൽ ഇസ്ലാമിനെ അറിയുന്ന, ഖുർആൻ പാരായണം ചെയ്യുന്ന, ഹദീസുകൾ അറിയാവുന്ന ഒരു മുസ്ലിമും അങ്ങനെ കരുതുകയില്ല. മറിച്ച് ഉദ്ദേശം എന്താണ്? നിക്കാഹാണ്, സവാജാണ്, കല്യാണം കഴിക്കാനാണ് ഈ പറഞ്ഞത്. അതാണ് തസവ്വജുൻ നിസാ, സ്ത്രീകളെ കല്യാണം കഴിക്കൂ, ഫഅ്തൂഹുൻ, എന്നിട്ട് അവരെ സമീപിക്കൂ. വലാ തഫ്അലു, നിങ്ങൾ ഒരിക്കലും പ്രവർത്തിക്കരുത്, മാ ഖദ് ഹറമല്ലാഹു അലൈക്കും മിൻ ഇത്യാനി റിജാൽ, പുരുഷനെ സമീപിക്കുക എന്നുള്ളത്. അത് പുരുഷനും പുരുഷനുമാണെങ്കിലും സ്ത്രീയും സ്ത്രീയുമാണെങ്കിലും ഒക്കെ ഒരേ ഹുക്കുമാണ്. ഇൻ കുൻതും ഫാഇലീന മാ ആമുറുകും ബിഹി, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, വമുൻതഹീന ഇലാ അംരി, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും ഞാൻ വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും ഞാൻ കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ നിങ്ങൾ സന്നദ്ധത ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു വഴി പറഞ്ഞു തരാം. അതെന്താണത്? നിങ്ങളുടെ വൈകാരിക ശമനത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? സ്ത്രീകളെ കല്യാണം കഴിക്കുക. ഈ ഒരു ഏർപ്പാട് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് എന്നാണ് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. ഖാല ഹഉലാഇ ബനാതി ഇൻ കുൻതും ഫാഇലീൻ. അൻ ഖതാദത റളിയല്ലാഹു അൻ, അദ്ദേഹം പറയുന്നത്, അമറഹും നബിയുല്ലാഹ്, അള്ളാഹുവിൻ്റെ നബിയായ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് കൽപ്പിച്ചു, അൻ യതസവ്വജുൻ നിസാ, സ്ത്രീകളെ കല്യാണം കഴിക്കാൻ, വ അറാദ അൻ യഖിയ അദ്യാഫഹു ബിബനാതിഹി, അങ്ങനെ തൻ്റെ അതിഥികളെ സംരക്ഷിക്കുവാൻ വേണ്ടി ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം ഉദ്ദേശിച്ചു. അതുകൊണ്ടാണ് അപ്പോൾ തന്നെ പറഞ്ഞത്. കാരണം ആ ഒരു മൈൻഡോട് കൂടി വരുന്നവരെ അദ്ദേഹം റൂട്ട് തിരിച്ചു വിടാൻ ശ്രമിച്ചു. പക്ഷേ അവർ അതിനൊന്നും തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്ത വേർഡ് ശ്രദ്ധിക്കുക, അടുത്ത ആയത്ത് ശ്രദ്ധിക്കുക. 72 അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ലഅമുറുക, നബിയെ താങ്കളുടെ ജീവിതം തന്നെയാണ് സത്യം. അമ്ര എന്ന് പറഞ്ഞാൽ ഹയാത്ത്, ജീവിതം. ഉംർ എന്ന് പറഞ്ഞാൽ ആയുസ്. അമ്ര എന്ന് പറഞ്ഞാൽ ജീവിതം, ഹയാത്ത്. ലഅമുറുക്, ഇവിടെ ലാമ് ഖസ്മിന് വേണ്ടിയുള്ളതാണ്, സത്യം ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ലഅമുറുക്, നബിയെ താങ്കളുടെ ജീവിതം തന്നെയാണ് സത്യം. ഇന്നഹും, നിശ്ചയമായും അവർ, ലഫീ സക്രതിഹിം, അവരുടെ സക്രത്തിൽ. സക്രത്ത് എന്ന് പറഞ്ഞാൽ ലഹരി. നമുക്കറിയാം സക്കറ എന്ന് പറഞ്ഞാൽ, ഔ സക്കിറ, സക്കിറ യസ്കറു സക്രൻ വസുക്ര എന്ന് പറഞ്ഞാൽ ലഹരി ബാധിക്കുക, ആനന്ദത്തിൽ അകപ്പെടുക. ലഹരി വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഒരാളുടെ ബുദ്ധി മറഞ്ഞു പോകും. അപ്പോൾ അയാൾ വലാലത്തിലും ജഹാലത്തിലുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ സക്രത്തിഹിം എന്ന് പറഞ്ഞാൽ ഫീ വലാലത്തിഹിം, അവരുടെ വഴികേടിൽ, വഫീ ജഹാലത്തിഹിം, അവരുടെ ജഹാലത്തിൽ, അവരുടെ ഈ തിന്മയോടുള്ള ലഹരി. അവിടെ സക്രത്ത് എന്നാണ് പറഞ്ഞത്. സുക്രാൻ എന്ന് പറഞ്ഞാൽ ലഹരി ബാധിച്ചവൻ എന്നാണ്. ഷുഗറിന് നമുക്കറിയാം സുക്കർ എന്നാണ് പറയുക, ഷുഗർ അറബി വേർഡാണത്. ലഹരി എന്നാണ് അർത്ഥം. അവർ അവരുടെ ലഹരിയിൽ യഅമഹൂൻ, അമിഹ വ അമഹ, അമിഹ അല്ലെങ്കിൽ അമഹ, യഅമഹു അമഹൻ വ അമഹാനൻ വ ഉമൂഹ. അമഹ എന്ന് പറഞ്ഞാൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ വലാലത്തിൽ ആണ്ട് ജീവിക്കുന്ന അവസ്ഥക്കാണത് പറയുന്നത്. അതുകൊണ്ട് തന്നെ തഹയ്യറ വ തറദ്ദദ ഫി ത്വരീഖി ലാ യദ്രി ഐന യദ്ഹബ്, എങ്ങോട്ട് പോകണമെന്നറിയാതെ, യാതൊരു ലക്കും ലഗാനുമില്ലാതെ എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത അവസ്ഥക്കാണ് യഅമഹു എന്ന് പറയാം. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് തിരിയാത്ത ഒരു അവസ്ഥ. അവർ അവരുടെ വലാലത്തിൽ, അവരുടെ ജഹാലത്തിൽ, ഈ തിന്മയോടുള്ള അവരുടെ അമിതമായ ആവേശത്തിൽ മുഴുകി ജീവിക്കുകയായിരുന്നു. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രത്യേകം പറയാനുള്ള കാരണം, ഒന്ന്, നബിയുടെ ഹയാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. ലഅംറുക്, നബിയെ താങ്കളുടെ ജീവിതം തന്നെയാണ് സത്യം. അത്രമാത്രം ലഹരിയിലായിരുന്നു. യഥാർത്ഥത്തിൽ ആ തിന്മ തുടങ്ങിയത് അവരാണ്, പക്ഷേ അതിൻ്റെ എക്സ്ട്രീം ലെവലിലായിരുന്നു അവരുണ്ടായിരുന്നത്. അതാണ് ഇന്നഹും ലഫീ സക്രതിഹിം, അവർ അവരുടെ ആ വലാലത്തിൽ, ജഹാലത്തിൽ, ആ ഒരു ലഹരിയിൽ യഅമഹൂൻ, മുഴുകി ജീവിക്കുകയായിരുന്നു. എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് ജീവിക്കുകയായിരുന്നു. അപ്പോൾ അത്രമാത്രം അവരുടെ അവസ്ഥ മോശമായിരുന്നു. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു ന്യായവാദങ്ങളും കേൾക്കാൻ അവർ തയ്യാറായില്ല. അതേ സന്ദർഭത്തിൽ ഇവിടെ
ദഖീഖായ മറ്റൊരു പോയിൻ്റ് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലഅംറുക്, നബിയെ താങ്കളുടെ ജീവിതം തന്നെയാണ് സത്യം. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തങ്ങളായ കാര്യങ്ങളെ കൊണ്ട് സത്യം ചെയ്തു പറയും. റഹ്മാനായ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അത് വിഷയമല്ല. അവൻ്റെ സൃഷ്ടികളിൽ അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ ഖലഖല്ലാഹ്, അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല, വമാ ദറഅ വമാ ബറഅ, അവൻ സൃഷ്ടിച്ച് വിരമിച്ചിട്ടില്ല, നഫ്സൻ, ഒരു നഫ്സിനെയും, അക്രമു അലല്ലാഹി മിൻ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം ആദരിക്കപ്പെട്ട മഹത്വമുള്ള ഒരു സൃഷ്ടിയെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് എന്ന് നമ്മൾ വിശേഷണം പറയുന്നത്. അത് വെറുതെ പറയുന്നതല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അത് അദ്ദേഹത്തിൽ നിന്ന് സ്ഥിരപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ആദരിക്കപ്പെട്ട മഹത്വമുള്ള ഒരു വ്യക്തിത്വത്തെ, ഒരു സൃഷ്ടിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വമാ സമിഅതുല്ലാഹ അഖ്സമ ബിഹയാതി അഹദിൻ ഗൈരിഹി, പരിശുദ്ധ ഖുർആനിൽ എവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യാൻ വേണ്ടി മുഹമ്മദ് നബി അല്ലാതെ മറ്റൊരു പ്രവാചകൻ്റെ ഹയാത്തിനെയും, മറ്റൊരു പ്രവാചകൻ്റെ ഹയാത്തിനെ പോലും അള്ളാഹു സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ നബിയുടെ ഹയാത്ത് എന്ന് പറഞ്ഞാൽ അത് ഒരു സംഭവമാണ് എന്നാണ് ആ പറഞ്ഞത്. തത്തുല്യമായൊരു സൃഷ്ടി ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടില്ല എന്നർത്ഥം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, എന്താണ് അതിൻ്റെ ഒരു ഗാംഭീര്യം? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഗാംഭീര്യം എന്താണ് എന്ന് ചിന്തിച്ചു നോക്കൂ. 600 ചിറകുകൾ, ഓരോ ചിറകിൽ നിന്നും മുത്തുകളും പവിഴങ്ങളും ഇങ്ങനെ കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നതാണ്. മുത്തുകളും പവിഴങ്ങളും ഇങ്ങനെ കൊഴിഞ്ഞു ഉതിർന്ന് മഴത്തുള്ളികൾ ഉറ്റുന്നത് പോലെയാണ് ആ മുത്തുകളും പവിഴങ്ങളും അദ്ദേഹത്തിൻ്റെ ചിറകിൽ കാണപ്പെടുന്നത് എന്നാണ്. അതിങ്ങനെ വിരിച്ചു നിന്നപ്പോൾ ചക്രവാളം മുഴുവൻ നിറഞ്ഞു നിന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. പക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചിറകുകളൊന്നുമില്ല. നബിയുടെ ശരീരത്തിൽ നിന്ന് മുത്തും പഴയവും ഒന്നും പറിച്ചെടുക്കാനും പറ്റില്ല. പക്ഷേ അപ്പോഴും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെക്കാളും മഹത്വം ആർക്കാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അത് ആ ഹയാത്താണ്, ആ ലൈഫാണ്. തുല്യതയില്ലാത്ത ജീവിതം, തുല്യതയില്ലാത്ത മാതൃക. മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് പറയുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൃഷ്ടിച്ച അള്ളാഹു പറയുന്നത് വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഖുലുഖിന് ഹസൻ എന്നല്ല പറഞ്ഞത്, അദീം, വമ്പിച്ച സ്വഭാവത്തിൻ്റെ ഉടമയാണ് താങ്കൾ എന്ന്. വമ്പിച്ച സ്വഭാവം എന്നാണ് പറഞ്ഞത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ടെന്നാണ്. ഉസ്വത്തുൻ ഹസന, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ്. അങ്ങനെ ഒരു നബിയുടെ ഹയാത്ത് അൽഹംദുലില്ലാ അതിന് സാക്ഷികളാകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകി. ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സ്വഹാബികൾക്ക് നമ്മുടെ കാലഘട്ടത്തിൽ ആ നബിയുടെ ജീവചരിത്രം, ജീവിതം, മൈന്യൂട്ടായ പോയിന്റുകൾ പോലും നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. നബിയെ മാതൃകയാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ മുന്നിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമുണ്ട്. നമ്മൾ മാതൃകയാക്കുകയാണെങ്കിൽ ആരെ മാതൃകയാക്കണം പ്രിയപ്പെട്ടവരെ? എന്നാൽ പലപ്പോഴും നാം മാതൃകയാക്കുന്നത് എത്രമാത്രം തരംതാണ വ്യക്തിത്വങ്ങളെയാണ്. വളരെ മോശമായ ആളുകൾ, സമൂഹത്തിന് ഒരു ഗുണവും ചെയ്യാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകളെയാണ് ആളുകൾ പലപ്പോഴും മാതൃകയാക്കുന്നത്. മാതൃകയാക്കാൻ ഏറ്റവും അർഹൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തത്തുല്യമായൊരു ജീവിതം ഉണ്ടായിട്ടില്ല എന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏത് ചലനം സ്വഹാബികൾക്ക് അതറിയാമായിരുന്നു. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു നബിയോട്, നബിയെ, താങ്കൾ നമസ്കരിക്കാൻ വേണ്ടി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയാൽ പിന്നെ ഫാത്തിഹ ഓതാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ടല്ലോ, മാത്രമല്ല ചുണ്ടുകൾ കൊണ്ടെന്തോ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അതെന്താണ്? അപ്പം അതറിയണം. അപ്പോൾ അവർ ശ്രദ്ധിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകെട്ടിയിട്ട് എന്താ ചെയ്യുന്നത് നോക്കുകയാണ്. നബിയുടെ മൗനം പോലും എന്തിനാണ് എന്നവർ ചോദിക്കുകയാണ്. നബിയുടെ ചുണ്ടുകൾ അനങ്ങുന്നുണ്ട്, അതെന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ് എന്ന പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുകയാണ്. അവർ പഠിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഓരോന്നും. കാരണം അവർക്കറിയാം
ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഏറ്റവും നല്ല മാതൃകയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നബിയുടെ അത്തരത്തിലുള്ള നബിയുടെ ചുണ്ടുകൾ എന്തിന് ചലിച്ചു, അപ്പോഴെന്താണ് പറഞ്ഞത്, ഇതൊക്കെ റെക്കോർഡഡാണ്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സന്നദ്ധത മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറ്റവും വലിയ, ഏറ്റവും അഷ്റഫായിട്ടുള്ള സൃഷ്ടി അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. ആ നബിയുടെ ഹയാത്ത് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ ധാർമ്മികതയുടെ, വിശുദ്ധിയുടെ, നന്മയുടെ, പുണ്യത്തിൻ്റെ ഹയാത്ത്. അതാണ് നബിയുടെ ഹയാത്ത്. ആ നബിയോടത് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് മനസ്സിലാകും. ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ, അവർ അവരുടെ ലഹരിയിൽ മുഴുകി ആറാടുകയായിരുന്നു. ഇത് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? രണ്ടഭിപ്രായങ്ങളുണ്ട്. അതിലൊന്ന് പറഞ്ഞു വരുന്ന സമൂഹമായ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ജനത, ആ തിന്മയോട് അങ്ങേയറ്റം ആഭിമുഖ്യമുള്ള അവരെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തത് നബിയിലേക്ക് സംസാരം വന്നല്ലോ, അപ്പോൾ കാനു അവരായിരുന്നു എന്ന പ്രയോഗമല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഖുറൈശികളെ സംബന്ധിച്ചാണ് എന്നും കാണാം. വഹയാതിക യാ മുഹമ്മദു ഇന്ന ഖൗമക മിൻ ഖുറൈശിൻ, ഖുറൈശികളും ഇതേപോലെ ഒരു ലഹരിയിലാണ്, ബഹുദൈവാരാധനയുടെ ലഹരിയിലാണ്, വിഗ്രഹാരാധനയുടെ ലഹരി. അത് നേരത്തെ പറഞ്ഞ ലഹരിയേക്കാൾ വലിയ ലഹരിയാണ്. വിഗ്രഹാരാധനയുടെ ലഹരിയാണോ വ്യഭിചാരത്തിൻ്റെ സ്വവർഗരതിയുടെ ലഹരിയാണോ ഏറ്റവും വലുതെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും അതിനൊരേ ഒരു ഉത്തരം വിഗ്രഹാരാധനയാകുന്ന ലഹരിയാണ്. അതൊരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് ആക്കലുണ്ടാകില്ല, അവന് ബുദ്ധി ഉണ്ടാവില്ല. അവൻ മൂത്രത്തെ ആരാധിക്കും, കാഷ്ടത്തെ ആരാധിക്കും, അവൻ ലിംഗത്തെ ആരാധിക്കും, തുടങ്ങി അവനെന്തിനെ ആരാധിക്കും എന്നതിന് അവന് യാതൊരു ബേസ് ഉണ്ടാവില്ല. അതും ഒരു തരം സക്രത്താണ്. പലഹാരങ്ങൾ കൊണ്ട് ദൈവത്തിൻ്റെ രൂപമുണ്ടാക്കുമായിരുന്നു എന്നാണ് ഖുറൈശികൾ. കഴിക്കുന്ന ഭക്ഷണം കൊണ്ട്, പലഹാരം കൊണ്ട് വിശക്കുമ്പോൾ അത് തന്നെ എടുത്ത് കഴിക്കുകയും ചെയ്യും. അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാ എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ കാണാം, സ്വന്തം ദേഹേച്ഛക്കനുസരിച്ച് ദൈവങ്ങളെ ഉണ്ടാക്കുന്നവനെ കണ്ടില്ലേ? കണ്ണ് കണ്ടതിനൊക്കെ ഒരു നല്ല കല്ല് കണ്ടാൽ അതിലൊരു ദൈവത്തെ കണ്ടിരുന്നു എന്നാണ്. ഇത് എങ്ങനെ ഷെയ്പ്പാക്കിയെടുക്കാം? നോക്കൂ, അവർക്ക് തോന്നുകയാണ് ഇതൊരു ദൈവമാക്കാൻ പറ്റും. ഇങ്ങനെയുണ്ടോ ഒരു ദൈവികാരാധന? അതിനെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. താങ്കളുടെ ജനത ഖുറൈശികൾ, അവർ അവരുടെ ലഹരിയിലാണ്. വിഗ്രഹാരാധനയാകുന്ന ലഹരി, നബിയെ കളിയാക്കുക എന്ന ലഹരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുക എന്ന ലഹരി, സത്യത്തെ നിരാകരിക്കുക എന്ന ലഹരി, മരണാനന്തരം ഒരു ജീവിതം ഉണ്ടാവുകയില്ല എന്ന വ്യാമോഹമാകുന്ന ലഹരി. ശ്രദ്ധിക്കുക, പരിശുദ്ധ ഖുർആൻ അതും പറഞ്ഞിട്ടുണ്ട്. ദാലിക വന്നുല്ലദീന കഫറു എന്നാണ്. സത്യനിഷേധികളുടെ പൂതിയാണ് അത് എന്നാണ് പറഞ്ഞത്. എന്ത്? പരലോകമല്ല. അത് വല്ലാത്തൊരു പൂതിയല്ലേ? പരലോകമില്ലെങ്കിൽ പിന്നെ എന്താണ് പ്രിയപ്പെട്ടവരെ? പരലോകമില്ലെങ്കിൽ മനുഷ്യൻ എന്താണ് ആവാൻ പറ്റാത്തത്? പരലോകത്തെ നിഷേധിക്കുന്ന ഒരാൾ ഇവിടെ ധാർമ്മികതയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അവനേക്കാൾ വലിയ വിഡ്ഢി ലോകത്ത് വേറല്ല. പരലോകമില്ലെങ്കിൽ പിന്നെ ധാർമ്മികതയുടെ പ്രസക്തി എന്താണ്? ഈ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ, ഇത് കഴിഞ്ഞാൽ പിന്നെ മണ്ണോട് മണ്ണാവുകയാണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ആസ്വദിക്കുക എന്നതല്ല ഏറ്റവും വലിയ ബുദ്ധി. അതാണ് ഏറ്റവും വലിയ ബുദ്ധി. ഇങ്ങനെ പരലോകമില്ല എന്നതൊരു വ്യാമോഹവും പൂതിയുമായ ആളുകൾ നടക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ലഹരിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട സമൂഹം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്ന ഒരു തഫ്സീറും ഇതിന് നൽകപ്പെട്ടിട്ടുണ്ട്. ലഅംറുക ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ. ഇൻഷാ അല്ലാഹ് മറ്റു ഭാഗങ്ങൾ അടുത്ത ദർസിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതിൻ്റെ അർത്ഥവും ആശയവുമെല്ലാം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം വരെ പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളായിരിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ ഈ ഒരു പഠനം നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും സമ്പത്തിലുമെല്ലാം ബറക്കത്ത് നൽകുന്നതായി തീരുമാറാകട്ടെ. നമ്മുടെ മക്കളെയും കുടുംബത്തെയുമൊക്കെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. ഖുർആനിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നരകാഗ്നിയിൽ നിന്നും ഖബറിലെ ശിക്ഷയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ
പാകപ്പിഴവുകളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് മാപ്പാക്കി തെരുമാറാകട്ടെ. എല്ലാ നിലക്കുമുള്ള കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, കടബാധ്യതകളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ